ആ അത് വളരെ ദൗർഭാഗ്യകരമായ ഒരു തീരുമാനമാണ്. കാരണം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും 20 ലോക്സഭാ മണ്ഡലങ്ങളിലും വിജയിക്കാനുള്ള തീവ്ര ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇങ്ങനൊരു തീരുമാനം പത്മജയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇപ്പോൾ ഞാൻ ചാനലിൽ കണ്ട ചില സൂചനകളിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അവഗണനയുണ്ടായി, ചിലരൊക്കെ ഒരു മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിൽ കാലുവാരാൻ നോക്കി എന്നൊക്കെയുള്ള ചില പരാമർശങ്ങൾ കാണുകയുണ്ടായി. പക്ഷേ കോൺഗ്രസ് പാർട്ടി പത്മജയ്ക്ക് മുന്തിയ പരിഗണനയാണ് എല്ലാ കാലത്തും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊക്കെ 2011 വട്ടിയൂർക്കാവിൽ എന്നെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ആ നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെട്ട പഴയ തിരുവനന്തപുരത്തിൻ്റെ നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് നിയോജകമണ്ഡലങ്ങൾ LDFൻ്റെ MLA മാരായി. ആ സീറ്റിലാണ് ഞാൻ 16,000-ൽ പരം വോട്ടിന് വിജയിച്ചത്. ഞാൻ വടകരയിൽ ചെല്ലുമ്പോൾ രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും മരണത്തിനെ തുടർന്നുള്ള സിമ്പതിയിൽ പോലും LDF ജയിച്ച നിയോജകമണ്ഡലമായി. അത്രമല്ല, മുല്ലപ്പള്ളിയുടെ 2ാം വട്ട വിജയം 3000 വോട്ടിനാണ്. ആ 3000 വോട്ടിൽ ആ നിയോജകമണ്ഡലത്തിൽ നല്ല വേരോട്ടമുള്ള അന്നത്തെ JDU, ഇപ്പോൾ RJDയാണ്, ആ പാർട്ടി മുന്നണി വിട്ട സമയത്താണ് ഞാനവിടെ മത്സരിക്കുന്നത്. അവിടെ 84,600 വോട്ടിന് എനിക്ക് ജയിക്കാൻ കഴിയും. അത് എൻ്റെ മിടുക്കുകൊണ്ടല്ല, UDF ഒറ്റക്കെട്ട എന്നോടൊപ്പം നിന്നതുകൊണ്ടും ആ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ എനിക്ക് അറിഞ്ഞു വോട്ട് ചെയ്തുകൊണ്ടാണ്. എന്നാൽ പത്മയെ സംബന്ധിച്ച് അവർ 2004-ൽ മൂന്നപുരത്ത് മത്സരിക്കുമ്പോൾ 999-ൽ അദ്ദേഹം 52,000 വോട്ടിന് ജയിച്ച നിയോജകമണ്ഡലത്തിലാണ് പത്മജയ്ക്ക് പാർട്ടി സീറ്റ് നൽകുകയും അവിടെ 1.5 ലക്ഷം വോട്ടിന് നമ്പാടനോട് പരാജയപ്പെട്ടു. നമ്പാടൻ തന്നെ ആ തെരഞ്ഞെടുപ്പിൻ്റെ കൗണ്ടിങ് നടക്കുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു, അദ്ദേഹം തന്നെ ഞെട്ടിപ്പോയി, ഈ വോട്ടൊക്കെ എവിടുന്നാണ് വരുന്നത് എന്ന് അദ്ദേഹം ചോദിച്ച രംഗം അന്ന് ചാനലിൽ വന്നിരുന്നു. അതുപോലെ തന്നെയാണ് തൃശ്ശൂർ 2011-ൽ തേറമ്പിൽ രാമകൃഷ്ണൻ 12,000-ൽ പരം വോട്ടിന് ജയിച്ച നിയോജകമണ്ഡലത്തിൽ പത്മജയ്ക്ക് പാർട്ടി സീറ്റ് കൊടുത്തു. 7,000 വോട്ടിന് പരാജയപ്പെട്ടു. കഴിഞ്ഞ നിയമസഭയിൽ അതേ തൃശ്ശൂർ സീറ്റ് കൊടുത്തു. ത്രികോണ മത്സരത്തിൽ 1000 വോട്ടിന് പരാജയപ്പെട്ടു. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ചിലരൊക്കെ കാലുവാരാൻ നോക്കിയെന്ന് പറയുമ്പോൾ അങ്ങനെ ചില വ്യക്തികൾ കാലുവാരിയാൽ തോൽക്കുന്നതാണോ ഒരു തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ? അങ്ങനെയാണെങ്കിൽ എന്നെയൊക്കെ ഒരുപാട് പേര് വാരിയിട്ടുണ്ട്. ഞാൻ കംപ്ലൈൻ്റ് ഒന്നും കൊടുക്കാൻ പോയിട്ടില്ല, കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ജനങ്ങളെ പൂർണ്ണമായിട്ടും നമ്മൾ ജനങ്ങൾക്ക് വിധേയരായ ഇതൊന്നും നമ്മൾ ഏൽക്കില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഒരു കാരണത്തിനും ഒരടിസ്ഥാനവുമില്ല. പിന്നെ ഈ ഇത്രയൊക്കെ വളർത്തി വലുതാക്കിയ പാർട്ടിയല്ലേ കോൺഗ്രസ് പാർട്ടി. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഞാനൊരു ഘട്ടത്തിൽ കോൺഗ്രസ് വിട്ട് പോകേണ്ടി വന്നപ്പോൾ LDFും UDFും ഞങ്ങൾ എടുക്കാത്ത കാലത്ത് അന്ന് പോലും ഞാൻ BJP ആയിട്ട് കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അന്ന് വേണമെങ്കിൽ ആ മുന്നണിയിൽ ചേരാൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ കരുണാകരൻ ഒരു കാലത്തും വർഗീയതയോട് സന്ധി ചെയ്യാത്ത ആളാണ്. അങ്ങനെയുള്ള കരുണാകരൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ BJPക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ അത് മതേതര വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖം നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതുകൊണ്ടൊന്നും ഞങ്ങളുടെ പോരാട്ട വീര്യം തളരില്ല. ഞങ്ങൾ ശക്തമായി ഫൈറ്റ് ചെയ്യും. പത്മജയെ എടുത്തുകൊണ്ട് കാശിൻ്റെ ഗുണം BJPക്ക് കേരളത്തിലുണ്ടാവില്ല. എല്ലായിടത്തും BJPയെ ഞങ്ങൾ 3ാം സ്ഥാനത്തേക്ക് തള്ളും.